ഇൻട്രോ പറഞ്ഞോട്ടെ. ഗൈസ്, ക്യാമ്പ് ഫയർ നടന്ന സ്ഥലമാണ്. അവിടെ നമ്മളെ പട്ടിസാർ കിടക്കുകയാണ്. എങ്ങനെയുണ്ട്? ചൂടൊക്കെ ഉണ്ടോ? ചൂടുണ്ടാ? ഇന്നലെ ഞാൻ ഇവന് ഫുഡ് കൊടുത്തതെന്ന് തോന്നുന്നു. ഇവനാണോ? ചൂടുണ്ടാ? ബൈ. ഹലോ. നമ്മളെവിടെയുള്ളത് കുഞ്ഞു? നമ്മളുള്ളത് ആപ്പിൾ ലാൻഡ് സിറ്റി ആതിരപ്പള്ളി. ആപ്പിൾ ലാൻഡ് സിറ്റി ആതിരപ്പള്ളിയിലുള്ളത്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഈ വീഡിയോന്റെ കൂടെ ഇടുന്നതാണ്. ഇന്നലെ ഒരു 12:30 ഞങ്ങളിവിടെ എത്തിയത്. കുറേ വഴിയൊക്കെ തെറ്റിട്ടോ. 12:30 എത്തി. ഞങ്ങൾ പൂളിലൊക്കെ അടിച്ച് തമർത്തൊരു 4 മണിക്കാണ് ഞങ്ങൾ ശരിക്കും പൂളിൽ നിന്ന് കയറുന്നത്. മൊത്തം ആളുണ്ട്, കുറേ ക്രൂ ഉണ്ട്. എന്നാലും കൊള്ളാലോ ലൈറ്റ്. 4 മണി വരെ കുളിച്ച് ആർമാദിച്ചു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ എന്തായാലും ഒരു 12 മണിക്ക് ഞാൻ എണീക്കുള്ളൂ. അപ്പോഴാണ് ഒരു 7-8 മണിക്കൂറൊക്കെ കറക്റ്റ് ആവുക. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് എണീച്ച ശീലം കൊണ്ട് ഞാൻ എത്ര മണിക്ക് എണീച്ചറിയോ? 7:30 എണീച്ചു. ഇതിലാരും എണീച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ബോറടി. ഇനിയിപ്പോൾ ഇവരെ കുത്തി എണീപ്പിക്കാനും പറ്റില്ല. കുഞ്ഞൊക്കെ തൊട്ടപ്പുറത്തെ റൂമിൽ കുഞ്ഞും അഞ്ജലി ഒക്കെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഈ റിസോർട്ടിൽ ചെറിയ മരത്തിൻ്റെ മുകളിലാട്ടോ. ഇതൊക്കെ റംബൂട്ടാൻ്റെ മരമാണ്. ഈ റംബൂട്ടാൻ്റെ മരത്തിലാണ് എന്താ നിറയെ കായകളുണ്ട്. ഇവിടെ ചുറ്റി മൊത്തം കുറച്ച് കാണാണ്ടല്ലേ. ഫുൾ റംബൂട്ടാൻ തോട്ടാണ്. ആപ്പിൾ ലാൻഡ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഫുൾ റംബൂട്ടാൻ ഇവിടെ മൊത്തം ഉള്ളത്. ഫുൾ റംബൂട്ടാൻ സീസൺ ആണോ. ഞങ്ങൾ ഇവിടുന്ന് ഈ മരത്തിന്റെ മുകളിലൊക്കെ റംബൂട്ടാൻ പറിച്ചു തന്നു. കുഞ്ഞുന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫുള്ളായിട്ട് പഴുത്തിട്ടില്ല. അപ്പം ഒരു ഒന്ന് ആ റെഡിഷ് മാറി വരണുള്ളൂ. പക്ഷേ ആ പച്ച മാറി റെഡിഷ് ആവണുള്ളൂ. സോറി, അങ്ങനെ ആവുന്നുള്ളൂ. അപ്പം അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരമല്ല, ചെറിയൊരു ചവർപ്പും മധുരം കൂടി ചേർന്നൊരു ഫ്ലേവറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ റംബൂട്ടാനൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഞങ്ങൾ തീർത്തിട്ടുണ്ട്. പഴുത്തതെല്ലാം തീർത്തു. ഇനി പച്ച മാത്രമേ ബാക്കിയുള്ളൂ. ഇനി 1-2 ഉണ്ടെങ്കിൽ ഉണ്ടാവും. കണ്ടോ, ഇത് ഈ കാണുന്ന ചുറ്റോറും കാണുന്ന എന്തിനേറെ പറയുന്നത് ഈ മരം അടക്കം എന്താണ് റംബൂട്ടാനാണ്. മൊത്തം റംബൂട്ടാൻ, ഫുൾ റംബൂട്ടാനാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മരം കാണണേ. ഇങ്ങനെയാണ് ഈ സെറ്റപ്പ് എന്ന് ആദ്യമായിട്ട് കാണുന്നത്. ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവ്. ഈ പൂവെന്നാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട കായത്. ഇങ്ങനെയാണ് സെറ്റപ്പ് എന്ന് ഞാൻ ഇപ്പോഴാട്ടോ മനസ്സിലാക്കണേ. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് സ്ഥലത്ത് വന്നിട്ട് ഇതെന്താ കുഞ്ഞു? കൊക്കോപ്പഴം. വാഴ നിറച്ചും കൊക്കോപ്പഴം ഉള്ളത്. നൈസായിരുന്നു. ഇന്ന് പുഴയിൽ വീണു. സാറിന്റെ ബോറടി മാറ്റാൻ വേണ്ടി ഞങ്ങൾ പുഴയിൽ പോയതാ. പുഴയെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തു. ഒന്ന് കാണിച്ചോട്ടെ. കൈ മുറിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനാട്ടോ പിടിച്ചത്. കുഞ്ഞിനെ ഞാനാ പിടിച്ചത്. കുഞ്ഞു ഒഴുകിപ്പോയി പുഴയില്. വീഡിയോന്റെ അടുത്തുണ്ട് ചിലപ്പോഴും വീഡിയോ. ഞാൻ നോക്കട്ടെ. ചെരുപ്പ് 2 വയ്ക്കുക ഒക്കെ ഞാൻ പിടിച്ചു. കുഞ്ഞിന്റെ ഏട്ടം ഇവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ കൊക്കപ്പുഴ എല്ലാവരും കൊടുക്കണം. പക്ഷെ ആക്ച്വലി ഇതിന്റെ സീഡിനാ വില. നിങ്ങൾ വേണമെങ്കിൽ ഒരു കൊക്കോപ്പഴം വീട്ടിലൊക്കെ വളർത്തിക്കോ. സീഡിന് നല്ല പൈസ കിട്ടും. ഒരു ബിസിനസ്. കൊക്കോപ്പഴം വീട്ടിൽ നടാൻ പറഞ്ഞിട്ട് സാർ കൊറേ മരം വേണം. ഒരു മരം എടുക്കുന്ന കാര്യമില്ല. ഒരു മരം വെട്ട 5 എണ്ണം കിട്ടും. 1 കിലോയ്ക്ക് 90 രൂപ കിട്ടും. 900 റുപ്പീസ് കിട്ടും. 90 അല്ല, 900 റുപ്പീസ് കിട്ടും. 900ന്റെ മലയാളം പറയും. 900. ഇവിടെ ഫുൾ വർക്കൊന്നും കഴിഞ്ഞില്ല. പക്ഷെ ഒരു കാടിന്റെ ഉള്ളിൽ ഭയങ്കര നാച്ചുറൽ എൻജോയ് ചെയ്യുന്ന ആൾക്ക് പറ്റിയ അരുവി പോകുന്നുണ്ട്. പിന്നെ കുളമുണ്ട്. ഇവിടെ ഒരു പൂളുണ്ട്. അടിപൊളിയാണ്. ബാക്കി കാര്യങ്ങൾ ഇപ്പൊ പറയാം. കുഞ്ഞു ഇവിടെ ഏട്ടനെ കാണാൻ ലുക്കായി നോക്കിയേ. ഏട്ടനെ കാണാൻ ലുക്കായില്ലേ? പിന്നെ ലോട്ടറി അടിച്ചതുപോലെ നീ വെച്ചോ. ഷൊണ്ണൻ. ഈ സന്ദർഭത്തിൽ എന്താ പറയാനുള്ളത്? എനിക്ക് ഹാപ്പി മാരീഡ് ലൈഫിന് എന്റെ ചേട്ടനൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് വിഷമം. അതെ, ഞങ്ങൾ ഇനി നമ്മൾ പ്ലാൻ ചെയ്യാൻ പോണേ. നമ്മൾ കഴിക്കാൻ പോകില്ല. ആതിരപ്പള്ളി പോകുന്ന വിചാരിച്ചിരുന്നു. പക്ഷെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാ? മഴ ആയതുകൊണ്ടല്ല. 5 മണി വരെ ഉള്ളൂ അല്ലേ? അപ്പം സാറ് പറഞ്ഞു ഇവിടെ അടുത്തൊരു അടിപൊളി വ്യൂ പോയിന്റ്. ട്രൗസർ മാറ്റി വെച്ചേ. ഇവിടെ അടുത്തൊരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. ഇപ്പുറത്തല്ല കിരണ്ടേ അപ്പൊ ഇത്രയും വലുതായിരുന്നു പഠിച്ചോനെ അത്. അപ്പൊ ഞങ്ങൾ ഇന്ന് വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ 5 മണി കഴിഞ്ഞ് അവിടെ ക്ലോസ് ചെയ്യും അല്ലേ സാറേ? താഴത്തേക്ക് പോകാൻ പറ്റില്ല, മുകളിൽ കാണാൻ പറ്റില്ല. അപ്പം അതാണ് ആ മുകളിൽ കാണുന്ന സാധനം നമ്മളിപ്പോ കാണാൻ പോകണല്ലേ. നമ്മളെപ്പോഴും പറയാറുള്ള ബ്ലാക്ക് ഈസ് ഓൾവേസ് മാസ് അല്ലടാ. ബ്ലാക്ക് ഈസ് ഓൾവേസ് മാസ്. ഇവൻ ബ്ലാക്ക് ഇട്ടപ്പോൾ എനിക്കൊരു അസൂയ. അപ്പം ഞാനും
ബ്ലാക്ക് കിട്ടും. ബ്ലാക്ക് നിങ്ങൾ എല്ലാരും പറഞ്ഞു ഇവനെ ഏട്ടാന്ന് വിളിക്കാത്തതിന് ഭയങ്കര വിഷമം. സംഭവം പറഞ്ഞു. ഞാൻ നിന്നെ കിരൺ വിളിച്ചപ്പോഴേ, കാരണം ഞങ്ങള് ബോണ്ട് എങ്ങനെയാ, അല്ലേ? നമ്മൾ അത്രയല്ലേ പ്രായമുള്ളൂ. നിനക്ക് നല്ല വയസ്സുണ്ട്, 40 വയസ്സാവാനായിട്ട്. സത്യം 40 വയസ്സാവാനായിട്ടോ. എന്നെ കണ്ട 40 ആവാനായില്ല, എന്തായാലും 35+ ഇല്ലേ? നമ്മള് 30s ഇങ്ങനെ കടന്നു പോകുന്നു. ഞാൻ 20s കടന്നു പോകുന്നു. ഇപ്പൊ തന്നെ ഭയങ്കര ടെൻഷനോടെ എനിക്ക് 26 വയസ്സെന്നൊക്കെ എടുക്കുമ്പോ സ്വാഭാവികം. ഇവിടെ ഒരു ഇടി മീൻസ് ലൈഫിൽ സെറ്റിൽ ആവാത്തിന്റെ ഒരു വിഷയം. ഒരിക്കലും സെറ്റിൽ ആവില്ല നമ്മള്. അങ്ങനത്തെ വർത്തമാനം പരിപാടിയായിട്ട് നടന്നാൽ ഒരിക്കലും സെറ്റിൽ ആവും ഗൈസ്, സെറ്റിൽ ആവും. അപ്പം ആ ഒരു വിഷമമുണ്ട്. അപ്പം ഞങ്ങളറിയില്ല അങ്ങനെ മച്ച ബന്ധം. അതിന്റെ ഇടയ്ക്ക് ഏട്ടാ വിളിക്കണം, അനിയ വിളിക്കണം, അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മൾ ഏറ്റവും കമ്പനി ആകുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഫ്രീ, എടാ പോടാ ബന്ധം ഇങ്ങനെയൊക്കെ അമ്മയ്ക്കൊക്കെ ഉള്ള ബന്ധമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മള് വെറുതെ ഏട്ടാ അനിയ മീൻസ് റെസ്പെക്ട് കൊടുക്കുന്നത് ഞങ്ങൾ റെസ്പെക്ട് കൊടുക്കും. എല്ലാത്ത സമയത്ത് ഭയങ്കര ജോലിയാണ്. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനാണ്. വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല, വെള്ളച്ചാട്ടം കാണാൻ പറ്റും, വ്യൂ പോയിന്റ് പോകാൻ പറ്റും, വെള്ളച്ചാട്ടത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം 5 മണി ആയി കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ചെയ്യും. അപ്പൊ താഴത്തേക്ക് ഇറങ്ങി നമ്മൾ ബാഹുബലി ഷൂട്ട് നടന്ന സ്ഥലമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങള് നാളെ പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ പറ്റുന്നു. ഇവൻ ബൈക്ക് റൈഡർ ആട്ടോ. അവനൊരു ഹിമാലയ ആയിട്ടോ വന്നു. ഞങ്ങളൊക്കെ കാറിൽ വന്നു. ഇവൻ മുടിഞ്ഞ ബൈക്ക് ഭ്രാന്തനാണ്. അങ്ങനൊന്നുമില്ല, പഴയ വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. പഴയ വണ്ടികള് പിന്നെ കുറെ റീൽസ് ഉണ്ട്, വിന്റേജ് വണ്ടികൾ കുറെ ഇഷ്ടമാണ്. നമുക്ക് അതിനെ വെച്ചൊരു വ്ളോഗ് ചെയ്യണം ഒരു ദിവസം. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ചായ കുടിക്കാനാണ്. അവിടെ പിന്നെ വ്യൂ പോയിന്റ് കണ്ട് ഒന്ന് അടിച്ചു പൊളിക്കാൻ. എനിക്ക് ഷെയ്ഡ്സ് കിട്ടി. ഷെയ്ഡ്സ് എന്റെ ഷെയ്ഡ്സ് പോയി ഗൈസ്. അപ്പൊ അവന് ഷെയ്ഡ്സ് കിട്ടി. ഇനി അടുത്തത് അവന് കിട്ടുമ്പോ എനിക്കോ? നിനക്കും നാളെ ചെയ്യാൻ മതിയോ? ഇവന് ചേരുന്നുണ്ട്. എനിക്കല്ലേ? നിനക്കും ചേരുന്നുണ്ട്. നല്ല രസമുള്ള ക്ലൈമറ്റ്, നല്ല മോളിൽ മഞ്ഞ്, നല്ല അരുവി നല്ല തോടല്ലേ. അരുവി എന്ന് പറയാം, ഞങ്ങൾ അരുവി എന്ന് പറയും. അരുവി എന്ന് പറയുമ്പോ എന്ത് വേണേ പറയാം, നമ്മള് മനുഷ്യന്മാരിട്ടതല്ലേ, നമുക്ക് എന്ത് വിളിക്കാം. തൊട്ടടുത്ത് നിൽക്കുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ കാണിച്ചു തരാം? നമുക്ക് ഇങ്ങനെ കാണിക്കാം. ആ മല കാണുമോ? മാമലം കണ്ടേ ഏറുമാടം ഉണ്ട്. ഏറുമാടം കുറച്ചുകൂടി മോഡേൺ ആണ്, കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഏറുമാടം ആണ്. അതിന് തൊട്ട് താഴെ തന്നെ ചെറിയൊരു അരുവി, തോട് എല്ലാം ഉണ്ട്. എല്ലാ കിണ്ടി ഉണ്ടെന്നോ? എല്ലാ ഈ റോഡിൽ കൂടെ കുറച്ചപ്പുറം പോയാൽ അവിടേക്കോ? അല്ല, നമുക്ക് 5x സൂം ചെയ്യാം. നല്ല അടിപൊളി കോമല്ല കോട. നീ പറഞ്ഞ ഫുള്ള് കറക്റ്റ് ആണല്ലോ അല്ലേ? കോടയാണ് ഗൈസ്. അവിടുന്ന് നമുക്ക് അടിപൊളി കോട കാണാം എന്നാണ് നമ്മുടെ കിരണേട്ടൻ പറഞ്ഞത്. കിരണേട്ടന്റെ കോട കാണിച്ചു തരാം. ഇടത്തിൽ കോട വിസിബിൾ അല്ല കേട്ടോ, നല്ല വിസിബിൾ ആവും. അപ്പൊ ഗൈസ് ഞങ്ങൾ ചായ കുടിക്കിറങ്ങി. ഞങ്ങളുടെ ഡ്രൈവറായ സ്പൾബറാണ് ഇപ്പൊ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്പൾബർ വേണുകുട്ടൻ. അവിടെയാണ് ബാഹുബലി. ഇന്ന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നല്ല സന്തോഷമുണ്ട്, ചെറിയൊരു ദുഃഖമുണ്ട്. ദുഃഖം മീൻസ് ഒരു സങ്കടം, ചെറിയൊരു സങ്കടം. എന്താണെന്നറിയോ? ഒന്ന് ഞാൻ എൻ്റെ നാട്ടിൽ പോവാണ്. ഞാൻ കഴിഞ്ഞതിലും പറഞ്ഞാണ് എനിക്ക് നാട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാട്ടിൽ പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാം, പിന്നെ ഫ്രണ്ട്സിനെ കാണാം, കുളത്തിൽ പോവാം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഈ ചെറിയ സങ്കടം എന്താണെന്നുള്ളത്, ഇവരെയൊക്കെ വിട്ടു പോകണം, കുഞ്ഞുവിനൊക്കെ വിട്ടു പോകണം. ആ ഒരു ചെറിയ സങ്കടമുണ്ട്. ഇപ്പൊ എണീച്ച് വന്നിട്ടുള്ളൂ. ഞാൻ കുളിച്ച് റെഡിയായി. ഞാൻ തോട്ട് പോയി കുളിച്ചു, റെഡി ആയതാണ്. അപ്പൊ ഇനി തോട്ട് പോയി കുളിച്ചു. അപ്പൊ ഇനി ചെയ്യാൻ ഇനി ഉള്ള വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് എത്തുന്ന വ്ളോഗാണ് ഉണ്ടാവുക. ട്രിപ്പിന്റെ വ്ളോഗ് കഴിഞ്ഞു. അപ്പം ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങിന്റെ നാട്ടുകാരെ ഫ്രണ്ട്സ് അവരെ കോഴിക്കോടുള്ളവരെ കാണിക്കുവോ, നാട്ടുകാരെ കാണിക്കുവോ, വീട്ടുകാരെ കാണിക്കുവോ? എല്ലാരും പറഞ്ഞു ഇനി അവിടെ ആയിരിക്കും അവൻ 10 ദിവസം അവിടെ ആയിരിക്കും. അതുവരെ ഞാൻ കുഞ്ഞുവിനൊക്കെ വിട്ട് നിൽക്കണം. ആ ഒരു ചെറിയ വിഷമമുണ്ട്. എനിക്ക് നാടാണ് ഇഷ്ടമെങ്കിലും ചില കണക്ഷൻസ് ഉണ്ടല്ലോ എറണാകുളത്ത്, ഇവള് അതുപോലെ തന്നെ കുറച്ച് ടീംസ് ഉണ്ട് ഞങ്ങൾ. അപ്പോൾ അവരെ വിട്ടു പോകേണ്ട സങ്കടമുണ്ട്. പക്ഷേ നാട്ടിൽ പോയിട്ട് എനിക്ക് പറഞ്ഞല്ലോ, ഇവക്ക് നാട് ഇവിടെ വീടിനെക്കാട്ടും ഇഷ്ടം എറണാകുളം തോന്നുന്നല്ലേ. ഈ വ്ളോഗ് കണ്ട അവളെ അമ്മ തൂക്കിക്കോളും. എനിക്ക് പക്ഷേ നാടാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ പറഞ്ഞേ, ഞങ്ങൾ നാട്ടിൽ ഫ്രണ്ട്സ് ആയാലും, ഞങ്ങൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ് മുതൽ ഒരു 10, 50, 60, 70 വയസ്സുള്ള ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിൽ. അപ്പോൾ എല്ലാവരായിട്ട് കൂടാം, പിന്നെ മീൻ പിടിക്കാൻ പോവും, കുളത്ത് പോവും, ഫിലിമിന് പോവും. എല്ലാം അധികം ഫിലിംസും ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിരുന്ന് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികൾ നാട്ടിലെത്തിയിട്ട്, അപ്പോൾ അതൊക്കെ വ്ളോഗ് ആക്കുന്നതാണ്. അപ്പം കുറച്ച് ദിവസത്തേക്ക് കുഞ്ഞിനോട് ബൈ ഗായ്സ്. അപ്പൊ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലെത്തി. ഇനി വീട്ടിലത്തെ ഫുഡ് അമ്മയാണ്. വീഡിയോയിലും കാണിച്ചു കേട്ടോ. ഇതാണ് അവസ്ഥ. വീഡിയോ കണ്ട അപ്പം അമ്മ മുങ്ങും. അപ്പം അച്ഛനെയും അമ്മേനെയും എല്ലാവരും കാണിച്ചു തരാം.
ഇനി ഇവിടെ ഒന്ന് സെറ്റിൽ ആവട്ടെ, ബാക്കി വിശേഷങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഫിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ വ്ളോഗിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്.